പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോഴും നമ്മൾ ഒരു വഴിയുമില്ലാതെ ഒരു ഗദ്രു കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ഒരു പോംവഴി, എന്താണ് ചെയ്യുക, ഒരു തലയിൽ ഒന്നും തോന്നണില്ലല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഴങ്ങേണ്ട സമയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ കുഴങ്ങിപ്പോകും. കുഴങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുർഘട സന്ധികളിലും ദൈവത്തിന് പ്രത്യേകമായ വഴികളുണ്ട്. നമ്മൾ കുഴങ്ങുമ്പോൾ നമ്മൾക്കാണ് ആ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ പ്രത്യേക ദുർഘടാവസ്ഥയിൽ വഴി കാണാത്തത്. പക്ഷേ വിശ്വാസിയുടെ വിജയം എന്താണ്? അവൻ വിശ്വസിക്കുന്ന ദൈവത്തിന്. ഇപ്പം നമ്മൾക്കറിയാം, ഈശോ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അപ്പോൾ നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണല്ലേ, എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്നേറ്റ് പറഞ്ഞ്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അപ്പോൾ എല്ലാം ഇപ്പം നിത്യജീവൻ്റെ വിഷയമായാലും നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യമായാലും എല്ലാത്തിൻ്റെയും വഴി ആരാണ്? ക്രിസ്തുവാണ്. ഇപ്പം നമ്മൾ വിശ്വാസിയായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിശ്വസിക്കണത്? ക്രിസ്തുവാണ് എല്ലാമെന്ന് വിശ്വസിക്കുകയാണ്. ആദിമസഭയുടെ ശക്തമായ വിശ്വാസങ്ങളിലൊന്നാണ് എന്താണ്? ക്രിസ്തു എല്ലാമാണെന്ന്. ഇപ്പോൾ നമ്മൾ കൊളോസ്യൻസിലൊക്കെ വായിക്കുമ്പോൾ 3:11 അല്ലേ, അതായത് ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തു എല്ലാം, അത് ഭയങ്കര വാക്കാണത്. ഒന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ വഴി മാത്രമല്ല, ലക്ഷ്യവും ക്രിസ്തുവാണ്. അതാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറയാൻ കാരണം. വഴി മാത്രമല്ല, ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ ക്രിസ്തുവിലുണ്ട്. നമ്മളിപ്പോൾ ദുർഘടാവസ്ഥയിൽ ഇരിക്കുന്ന ഈ വിഷയത്തിന് ഒരു സമാധാനം ക്രിസ്തുവിലുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ, എൻ്റെ ദുർഘടാവസ്ഥയിൽ വരുന്ന എല്ലാ വിഷയത്തിനും സമാധാനം ക്രിസ്തുവിൽ ഉണ്ട്. അപ്പം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിശ്വാസം അതാണ്. എന്താണ്? ക്രിസ്തുവിൽ എല്ലാത്തിനും സമാധാനമുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾക്ക് മാത്രമല്ല, രോഗത്തിൻ്റെ വിഷയങ്ങൾക്ക് മാത്രമല്ല, നിൻ്റെ രോഗത്തിന് ഒരു വൈദ്യനെ കണ്ടെത്തണം, ഏത് ആശുപത്രി സെലക്ട് ചെയ്യണ വിഷയത്തിന് മാത്രമല്ല, നീ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ പഠിക്കുന്ന വിഷയത്തിന് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, അങ്ങനെ എല്ലാം, അല്ലെങ്കിൽ വീട് വെക്കുക, എപ്പോഴും വീട് വെക്കണം, ഇങ്ങനെ എല്ലാത്തിനും അതാണ് പറയണത്. എല്ലാം. ഇപ്പം നിനക്ക് മക്കളില്ല, വർഷങ്ങളായെന്ന് വിചാരിച്ചോ. ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് കൂടുമ്പോഴറിയാം. ഗൂഗിൾ മീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൺലൈനാണ് ആ പ്രാർത്ഥന മുഴുവനും, അല്ലേ? ഗൂഗിൾ മീറ്റിൽ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം വരണത് എവിടുന്നാണ്? ഓൺലൈൻ ഉടമ്പടി എന്നാണ് ആ സാക്ഷ്യം വരണതെല്ലാം. ഈ ആളെ കാണുന്നില്ല, ആളിവിടെ വരുന്നില്ല, വേറെ ഒരു രാജ്യത്താണ് അവർ ജീവിക്കണത്, പ്രത്യേക ഘട്ടത്തിലാണ്. അവരുടെ കയ്യിൽ എന്നാ ഉണ്ട്? ഇങ്ങനെ കുത്താൻ പറ്റിയ ഒരു വിരലും ഒരു മൊബൈലും ഉണ്ട്. ഒരു വിരലും ഒരു മൊബൈലും കൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു കാലമാണിത്.
കാലം എന്തുമാത്രം മാറിപ്പോയല്ലേ ശരിക്കും. പണ്ട് നമ്മൾ ചുണ്ടുകൊണ്ടും മുട്ടുകൊണ്ടും എന്നൊക്കെ പ്രാർത്ഥിക്കും. അതിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു വിരൽ കൊണ്ടാണ്, ചൂണ്ടാണി വിരൽ കൊണ്ടാണ് ഇങ്ങനെ കുത്തിയാണ് പ്രാർത്ഥിക്കുന്നത് മനുഷ്യൻ. ഓൺലൈൻ ഉടമ്പടി, അല്ലെങ്കിൽ ഐറ്റക്കാൻ്റെ പെയർ റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് എല്ലാം ചെയ്യണത് നമ്മൾ. അല്ലെങ്കിൽ ഇങ്ങനെ തോണ്ടി ചെയ്യും അല്ലേ, സെൽഫ്. അപ്പോൾ ഈ നമ്മൾ ടച്ച് ഫോണാണെങ്കിൽ നമ്മൾ വിരലുകൊണ്ട് തോണ്ടിയാണ് പ്രാർത്ഥിക്കണത്. പണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയും ഈ വിരൽ, ചൂണ്ടാണി വിരൽ ഏറ്റവും കുഞ്ഞൻ വിരലാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പുമ്പോൾ ഏറ്റവും മുമ്പിൽ വരുന്നത് അവനാണെന്ന് പറയും. പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിരൽ മാറിപ്പോയി. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ വിരൽ കൊണ്ടാണ്. ഇതിങ്ങനെ തോണ്ടി പ്രാർത്ഥിക്കും. കാലം മാറി, വിരലിൻ്റെ തസ്തികയും ഒക്കെ അങ്ങ് മാറുകയാണ് ശരിക്കും. ഇങ്ങനെ മാറുമ്പോഴും അതായത് എന്നിട്ട് ആ മനുഷ്യൻ സാക്ഷ്യം പറയണത് കേൾക്കണം. നിങ്ങൾ ഒരു ദിവസം 4 സാക്ഷ്യം വെച്ചാണ് നമ്മൾ കൃപാസനത്തിൽ അപ്ലോഡ് ചെയ്യണത്. അത്ര സമയമുള്ളൂ. അതുകൊണ്ടാണ് എത്ര സാക്ഷ്യം വേണമെങ്കിൽ നമുക്കിടാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ, എല്ലാത്തിനും ഉത്തരം ക്രിസ്തുവിലുണ്ട്. ഇത് നിൻ്റെ ഹൃദയത്തെ നീ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസി എപ്പോഴും പഠിപ്പിക്കേണ്ടതാണ്. എന്താണ്? ഹൃദയത്തിനോട് പറയണം. എന്താണ്? എല്ലാത്തിനും ഉത്തരം ദൈവത്തിലുണ്ടെന്ന്. ഇപ്പം പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണ്? മനസ്സിലാകാത്ത വഴി കുഴങ്ങണ അവസ്ഥയിൽ അമ്മ ഹൃദയത്തിലേക്ക് അങ്ങ് സംഗ്രഹിച്ച് കളയും. എന്താ കാര്യം? ഹൃദയത്തിലെ ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്. ഇപ്പം 2:19 നമ്മളെപ്പോഴും ധ്യാനിക്കണം. കാര്യം മരിയൻ ധ്യാനത്തിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വളരെ വചനങ്ങൾ കുറവാണ്. പിന്നെ അതിൻ്റെ മരിയൻ ഷാഡോ വേർഡുകളാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ നമ്മളതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നത്. അപ്പം 2:19 നമ്മൾ യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇപ്പം 2-3 പ്രാവശ്യം അത് കിടക്കുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹൃദയം ദൈവത്തിൻ്റെ ഒരു ഇരിപ്പിടമാണ്. ഇപ്പം നമ്മൾ ഈ 42-ാം സങ്കീർത്തനത്തിലേക്ക് 3-ാമത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഹൃദയം ദൈവത്തിനെ ആശ്രയിക്കുന്ന വ്യക്തി ഹൃദയത്തിലാണ് സംഗ്രഹിക്കുന്നത്. 42-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കത്തില്ലേ, അതായത് 42-ാം സങ്കീർത്തനത്തിൽ 2-3 വചനങ്ങൾ, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ഹൃദയത്തിലാണ് അത് സംഗ്രഹിക്കുന്നത്. കാര്യം എന്താണ്? ഹൃദയവും ദൈവവുമായിട്ടാണ് ബന്ധം എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയാവോ? എല്ലാത്തിനും വഴി നിൻ്റെ ഹൃദയത്തിലുണ്ട്. കാരണം എന്താണ്? ദൈവം അവിടെ വസിക്കുന്നു. എല്ലാത്തിനും വഴി. ഇപ്പം നമ്മൾക്ക് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തെ സംഗ്രഹിക്കേണ്ട ഒരു കാലമാണിത് അല്ലേ? നമ്മൾ കുറേ അധികം പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. കുറേയധികം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കാര്യം അവസാനം ഇതെല്ലാം കലങ്ങി തെളിയുമെന്ന് നമുക്കറിയാം. പക്ഷെ കലങ്ങി തെളിയണ അത്രയും സമയം എന്താണ്? സഭ എന്തു ചെയ്യും? സഭ ദൈവത്തിൽ ആശ്രയിക്കും. കാര്യം സഭയെപ്പോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ ചരിത്ര പാരമ്പര്യമുള്ള ഒരു വലിയ സമൂഹം ലോകത്ത് കാണത്തില്ല. കാര്യം സഭ എപ്പോഴും കേരളത്തിലെ സഭ അല്ലെങ്കിൽ ആസ്ട്രേലിയയിലെ സഭ, ആഫ്രിക്കയിലെ സഭ എന്നല്ല പറയേണ്ടത്. ആഗോള സഭ ഒരു ശരീരമാണ്. അതെവിടെയെങ്കിലും എന്തെങ്കിലും വിങ്ങിയാൽ മുഴുവനായി വിങ്ങും. കാര്യം നമ്മളൊത്തിരിയേറെ ഇപ്പം ഇറാഖ് യുദ്ധത്തിൽ ഒരു കുഞ്ഞ് കെട്ടിടം ഇടിഞ്ഞ് വീണ് ബോംബെ വർഷത്തിൽ കെട്ടിടം ഇടിഞ്ഞ് വീണ് ആ കുഞ്ഞ് കെട്ടിടത്തിൻ്റെ ഇടയ്ക്ക് കിടന്ന് കുഞ്ഞ് മരിച്ചുപോയി. അപ്പം നമ്മുടെ ഹൃദയമൊക്കെ തകർന്നു പോയില്ലേ? അത് ആ കാഴ്ച കാണുമ്പോൾ അതിനെന്തുമാത്രം പ്രതിരോധങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായി. അമേരിക്കൻ സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെയുള്ള
പ്രതികരണമായാലും. പക്ഷേ ഇപ്പോഴീ ദിവസങ്ങളിൽ 600 കുഞ്ഞുങ്ങളാണ് മരിക്കപ്പെട്ടിരിക്കുന്നത്. 600 കുഞ്ഞുങ്ങളുടെ ശവമടക്കാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. തീവ്രവാദ സംഘങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞതാണ്. ഹെറോദിസിൻ്റെ 2 ലക്ഷം കുഞ്ഞുങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ക്രിസ്മസ് കാലത്ത് 600 കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിരിക്കുന്നത്. കേരളത്തിലോ ഇന്ത്യയിലോ ആരും ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? ഇല്ല. സഭയുടെ കുഞ്ഞുങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴും മരിക്കുമ്പോഴും ആരും ചോദിക്കത്തില്ല. കാരണം അതുപോലെയുള്ള ഉച്ചനീചത്വങ്ങളും അനീതികളും നമ്മൾ കാലാകാലങ്ങളോടെ അനുഭവിച്ചാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ദൈവം നമ്മളെ കൈവിടത്തില്ല. ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ സഭയുടെ പൊതുപ്രശ്നമായാലും നിൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട, ദൈവത്തെ സമർപ്പിക്കേണ്ട വലിയ കാലമാണിത്. വലിയ കാലമുണ്ടാകും. പക്ഷെ ഒരു കാര്യം എൻ്റെ സഹോദരൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള കേസുകൾ തന്നെയാണ്. നമുക്കറിയാം, മേൽക്കോടതി വരുമ്പോൾ എല്ലാ നിയമപണ്ഡിതന്മാരും പറയണത് ഇത് മേൽക്കോടതി വരുമ്പോൾ ഇത് സത്യം തെളിയുമെന്നാണ്. കീഴ്ക്കോടതിയിൽ വന്ന വിധിയിൽ അപ്പം അതുകൊണ്ടാണ് അവർ ധൃതി പിടിച്ച് ക്രിസ്മസ് കാലത്ത് കോടതി പോലും അടച്ചിട്ടിരിക്കുന്ന സമയത്ത് ജാമ്യം കിട്ടരുതെന്ന് വിചാരിച്ചാണ് ആ കുറിഞ്ഞയ്ക്ക് കൊണ്ടുപോയി ശിക്ഷ വിധിച്ചിരിക്കണത്. അപ്പം ബോധപൂർവം അതായത് അവർക്കറിയാം ഇപ്പം ശിക്ഷിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ചില പോലീസുകാർക്കറിയാം ഇത് ജാമ്യം കിട്ടുന്ന കേസാണ്, വ്യക്തി ജാമ്യം പോലും മതി, ഇതിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ ജാമ്യം കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യും? പോലീസുകാർ വഴുനീളെ കൊണ്ട് നടന്നിടിക്കും. കാര്യം ഇത് ജാമ്യം കിട്ടുന്ന കേസാണ്. അവർക്കറിയാം സ്റ്റേഷനിലെത്തിയ തീർച്ചയായിട്ടും ഇതിന് ജാമ്യം കിട്ടും. അത് അവർക്കറിയാവുന്നത് കൊണ്ടാണ് അവർ വഴുനീളെ അടിക്കണത്. അതുപോലെയുള്ളൊരു അടിയാണ് ഇപ്പോൾ നമ്മൾ മേടിക്കണത്. കാര്യം ഇത് മേൽക്കോടതി വരുമ്പോൾ ഇതൊരു ഒത്തിരിയേറെ ലൂപ്ഹോളുകളല്ലേ. ഇപ്പം ഞാൻ പറയണമല്ലോ, നമ്മുടെ മാധ്യമങ്ങൾ തന്നെ എന്തെല്ലാമാണ് ഇപ്പം തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നത്. മാധ്യമങ്ങൾ, അതായത് ഒരു മനുഷ്യൻ അയാൾ പറഞ്ഞ അയാൾ കള്ളനല്ലെന്ന്, ആ സാക്ഷി പറയണത് ഞാൻ കള്ളനല്ലെന്നാണ് പറയണത്. പക്ഷേ എന്നെ ഇവർ കള്ളനാക്കിയതാണെന്നാണ്. ആര് കള്ളനാക്കി? ഈ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തവർ കള്ളനാക്കി. എന്തുകൊണ്ടാണ് കള്ളനാക്കാൻ കാരണം? കള്ളനിയല്ലേ രാത്രി ആ സമയത്ത് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലെ പിന്നെ അയാൾ എന്തിനു വന്നെന്ന് പറയണ്ടേ? ഇപ്പം 2 കാര്യം അയാൾക്ക് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. ഒന്ന് കഞ്ചാവാണ്, ഒന്ന് കള്ളനാണെന്ന്. നമ്മുടെ കുറ്റാന്വേഷണ രീതികൾ കണ്ടില്ലേ? അതായത് ഒരു കള്ളനോ എന്ന് ചാപ്പ കുത്തിയിട്ട് അയാൾ കഞ്ചാവുകാരനാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ സാക്ഷ്യമാണ് 2 ജന്മങ്ങളെ, സമർപ്പിത ജീവിതങ്ങളെ ജയിലിൻ്റെ ഉള്ളിൽ അടച്ചിടാൻ വേണ്ടി നിയമസംഹിത, അത്രയേ ഉള്ളൂ നിയമസംഹിതയ്ക്ക് ഉപയോഗിക്കാൻ. അപ്പം അവിടെ എവിടെയോ എന്തൊക്കെ ഒരു മിസ്റ്റേക്കുകൾ നമുക്കറിയാം, പൊരുത്തക്കേടുകൾ. ഞാൻ പറയണതല്ല, മാധ്യമങ്ങൾ പറയണതാണ്. മാധ്യമങ്ങളുടെ പേരൊക്കെ ഇതുപോലെ ഒഫീഷ്യൽ വേദിയിൽ പറയണത് ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാം. അച്ഛൻ്റെയൊക്കെ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറയും ഏത് മാധ്യമമാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ വിഷയങ്ങൾ അതെന്ന് ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ചികിത്സയും അതുപോലെ തന്നെ ചികിത്സാ രീതികളും അതുപോലെ തന്നെ ഓപ്പറേഷനും ഒക്കെ ഈ കേസിനകത്ത് കൊണ്ടുവരികയും ഹെമിനോപ്ലാസ്റ്റ് പോലെയുള്ള കേസുകൾ കൊണ്ടുവരികയും, ഞാൻ പറയണത് വെച്ചാൽ എല്ലാം കൂടി നോക്കുമ്പോൾ എല്ലായിടത്തും അക്ഷരത്തെറ്റുകൾ ഒത്തിരിയുണ്ട്. അക്ഷരത്തെറ്റുകളും തിരുത്തലുകളുമുണ്ട്. 30 തിരുത്തലുകൾ വരെയാണുള്ളത്. ആ നർക്കോട്ടിക് സിസ്റ്റത്തിലൊക്കെ 30 തിരുത്തലുകളുണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെ കുറേ ഇരകൾ ആരാണ് നമുക്കറിയത്തില്ല. നമുക്ക് തീർച്ചയായിട്ടും ആ സിസ്റ്റർ, മരിച്ചുപോയ സിസ്റ്ററിനോട് സഭയ്ക്ക്, കാര്യം സഭയുടെ സന്തതിയാണല്ലോ, അവരെങ്ങനെയാണ് മരിച്ചതെന്ന് ഇന്നും കൃത്യമായിട്ട് പറയാനുള്ള നിയമത്തിൻ്റെ വളരെ
അത് സ്ഥാപിക്കാനുള്ള പങ്കപ്പാടുകൾ ഭയങ്കരമാണ്. ഞാൻ എന്താ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ അനീതി അനുഭവിക്കുന്നുണ്ട്. ഏതെല്ലാം കാലങ്ങളിൽ സഭയായാലും ശരി, ഈ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ എല്ലാം ഇതെല്ലാം കലങ്ങി തെളിഞ്ഞ് സത്യം നേരെ വരുന്നൊരു സമയമുണ്ട്. പക്ഷേ അതുവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ബുദ്ധിയല്ല ഇവിടെ വേണ്ടത്, തർക്കങ്ങളുമല്ല. തർക്കവും ബുദ്ധിയും ഒന്നും ആധ്യാത്മികതയിലുള്ള വിഷയങ്ങളല്ല. അല്ലെങ്കിൽ കർത്താവിനെ തർക്കിക്കുന്നവരോട് ദൈവം അത്ര നല്ല ഒരു മനസ്സല്ല സൂക്ഷിക്കണത്. നിങ്ങൾ തർക്കിക്കുന്നവരോട് ഇപ്പോൾ നമുക്ക് തന്നെ ഒരു അശനിബാധം വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ദൈവം ഇത് കാണുന്നില്ലേ, ഇത് അറിയുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമുക്ക് ചോദിക്കാം, ദൈവം ഇത് അറിയണില്ലേ, ദൈവം ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കണില്ല. അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഒരു സൂചന. എന്ന് വെച്ചാൽ ഹൃദയത്തെ സംഗ്രഹിച്ചു. അമ്മയ്ക്ക് വേണേ ചോദിക്കാം, ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയേന. ഇപ്പോൾ ഒരു പെറ്റ് കിടക്കാൻ ഒരു സ്ഥലം അമ്മയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. ന്യായമായ ചോദ്യമാണ്. നമ്മുടെ ന്യായമായ ചോദ്യങ്ങൾ പോലും ആവശ്യങ്ങൾ പോലും ചോദിക്കേണ്ടാത്തൊരു സമയമുണ്ട്. അതെന്തിൻ്റെ സമയമാണ്? ദൈവത്തിൽ സമർപ്പിക്കുന്ന സമയമാണ്. ഇപ്പം 2:19 അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബുദ്ധിക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തയ്ക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും വരും. ന്യായവും നീതിയും വിശ്വാസവും വിശുദ്ധിയുമൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചാലും തീർച്ചയായിട്ടും നമ്മൾക്ക് കുരിശുകൾക്ക് കുറവൊന്നും ഉണ്ടാകത്തില്ല. കാര്യം നമ്മളുടെ ന്യായവും നീതിയും വിശ്വാസവും വിശുദ്ധിയുമായിട്ട് ജീവിതവും ജീവിത ക്ലേശങ്ങളും തമ്മിൽ കണക്റ്റഡ് അല്ല. നമ്മളെങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ചാലും നിങ്ങൾ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യണത് അതാണല്ലോ. കാരണം ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചില്ലേ, ന്യായമായിട്ട് ജീവിച്ചില്ലേ, ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ, എന്നിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചെന്നല്ലേ ആൾക്കാർ പറയണത്. പക്ഷേ അത് അങ്ങനെ പറയാമെങ്കിൽ ദൈവത്തോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രാർത്ഥനയുടെ രൂപമാണ് വരണത്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും മുന്തിയ രൂപം എന്താണ്? ദൈവത്തിന് മൗനമായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിലൊരു വിഷയം വന്നാൽ നമുക്ക് പിടികിട്ടണില്ല. ഇപ്പം ചില പറഞ്ഞില്ല, ഞാൻ എന്തുമാത്രം വിശുദ്ധിയോടെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത്, ഞാൻ തന്നെ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത്, കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയെന്ന് അമ്മമാർ പറയണില്ലേ? പറയണത് ശരിയാണ്. എൻ്റെ വെച്ചാൽ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല, പക്ഷേ എൻ്റെ ഭർത്താവിന് അപകടം ഉണ്ടായി. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ ജീവിതവും നമ്മൾക്കുണ്ടാകുന്ന അശ്വനിബാധങ്ങളും തമ്മിൽ നമ്മൾ ടാലിയാക്കാൻ നോക്കരുത്. രണ്ടും രണ്ട് ലൈനാണ്, സമാന്തര ലൈനാണ്. അപ്പം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്നത് നമുക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ല. നമ്മൾ നീതിയോടെ ജീവിക്കുന്നതും പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുന്നതും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയല്ല ശരിക്കും. കാര്യം എന്താണ്? അത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലും തരത്തിൽ ഒരു കിറുകിറുപ്പ്, ഒരു തർക്കം, ഒരു പിറുപിറുപ്പ് ഉണ്ടാകണത് ദൈവത്തോടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഒരിക്കലും വരരുത്. വന്നാൽ നമ്മൾ വിശ്വാസിയല്ലാതായി മാറും. അവിടെയെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കലാണ്. പിറുപിറുപ്പിന് സമയമുണ്ടാകാം, പക്ഷെ അത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ദൈവം എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ട്. ദൈവത്തിന് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ട്. അത് ദൈവം ഒരു സമയമാകുമ്പോൾ, ദൈവത്തിന് മനസ്സിൽ സമയമാകുമ്പോൾ അത് വെളിപ്പെടുത്തിക്കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് സമർപ്പിക്കാനുള്ള ഒരു ശക്തിയാണ് ഈ വിശ്വാസിക്ക്, തെളിഞ്ഞ വിശ്വാസിക്ക് വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ,
കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് തർക്കിക്കേണ്ട, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തുവെന്ന് ചിന്തിക്കേണ്ട, പിറുപിറുക്കേണ്ട സമയം ഉണ്ടാകുമ്പോഴേ കർത്താവേ, പരിശുദ്ധ അമ്മയെ പോലെ സമ്പൂർണമായി ദൈവതിരുസന്നിധിയിൽ പരിഭവപ്പെടാതെ പിറുപിറുക്കാതെ ദൈവത്തിലെ ആശ്രയിക്കാനും ഹൃദയത്തിലെ സംഗ്രഹിക്കാനും സമർപ്പിക്കുവാനും പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, പലർക്കും ഉണ്ടാകുന്ന പലരുടെയും പ്രാർത്ഥനാ ജീവിതമേ വഴിമുട്ടി നിന്നു പോയതും പ്രാർത്ഥനാ ജീവിതത്തിന് പരിക്ക് വന്ന കാര്യവും ഇതാണ്. കാര്യം അവരെ നോക്കുമ്പോൾ ടാലി ചെയ്യണില്ല. അവരുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനയും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും തമ്മിൽ ടാലി ആകണില്ല. അപ്പോഴുടനെ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങും. പിന്നെ നമ്മൾ എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട് പ്രാർത്ഥന ഡൗൺ ആകും. ഇതൊരു 90% മനുഷ്യരുടെയും പ്രശ്നമാണിത്. അതായത് ഇപ്പം തന്നെ നമുക്കറിയാം, ഈ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷയില്ലേ, അവിടെ എന്നാ പറയണത്, ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് ആളെ വിളിക്കണ കഥയില്ലേ, 9-ാം മണിക്കൂർ വിളിക്കണു അല്ലേ, അത് തൊട്ട് ഏതാണ്ട് 11-ാം മണിക്കൂർ വരെ, അതായത് വൈകുന്നേരം 5 മണി വരെ ഇങ്ങനെ ആൾക്കാരെ ദിവസം മുഴുവൻ മെനക്കെട്ട് വഴിയരികിൽ വായിട്ട് നോക്കി നിൽക്കണ ആൾക്കാരെയൊക്കെ നിങ്ങളെന്താ ഇവിടെ നിൽക്കണത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളെ ആരും പണിക്ക് വിളിക്കാത്തത് കൊണ്ട് നിങ്ങൾ പോയി എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പണിക്ക് പോയിക്കൊള്ളാൻ പറയും. 5 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് പണി തീരാൻ പോവുകയാണ്, 5 മണിക്ക് ആളെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വൈകുന്നേരം 5 മണിക്ക് വിളിച്ച ആൾക്കാർ 1 മണിക്കൂറാണ് ജോലി ചെയ്തത് ഇല്ലേ. 6 മണിക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കൂലി കൊടുത്തപ്പോൾ അവർക്ക് ഒരു ദിനാറ് കൊടുത്ത്, ഒരു ദിവസത്തെ കൂലി മൊത്തം കൊടുത്ത്. അപ്പോൾ 9 മണിക്ക് വന്ന കക്ഷികളുണ്ട് രാവിലെ, അവർക്കും കൊടുത്ത് ഒരു ദിനാറ്. അപ്പോഴാണ് അവർക്ക് പിറുപിറുപ്പ് വരണത്. അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. എന്താ അവർ പറയണത്, ദിവസം മുഴുവനും മെനക്കെട്ട പകലിൻ്റെ അധ്വാനവും ക്ലേശവും അനുഭവിച്ച ഞങ്ങളെ നിങ്ങൾ അവരോട് തുല്യരാക്കിയല്ലോ. അതാണ് പ്രശ്നം. പിറുപിറുപ്പിൻ്റെ അടിസ്ഥാനം എന്താണ്? കമ്പാരിസനാണ്. അതിൻ്റെ 2-3 കാര്യങ്ങളുണ്ട് മക്കളെ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പിറുപിറുപ്പ് വന്നു പോയാൽ ദൈവതിരുസന്നിധിയിൽ അതിൻ്റെ ബേസ്മെൻ്റ് എപ്പോഴും, അതിൻ്റെ അടിസ്ഥാനം എപ്പോഴും കമ്പാരിസൺ ആയിരിക്കും. മറ്റ് വ്യക്തികളുമായി കമ്പാരിസൺ ദൈവം ഒരിക്കലും അംഗീകരിക്കാത്തൊരു സംഭവമാണ്. പരസ്പരം തുലനം ചെയ്യുക. കർത്താവിൻ്റെ ഒരു നടപടി എന്താണ്? നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, നമ്മൾ അതിനകത്ത് ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? എന്താണ്? ദൈവം നമ്മളോട് ഒരു അനീതിയും ചെയ്യത്തില്ലെന്ന് വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, വേറെ കുറേ കാര്യങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഇപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20:13 അല്ലേ, എന്താ പറയണത്? ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20:13, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. ഞാൻ എന്താ ഇങ്ങനെ പറയണമെന്നറിയാമോ? ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴൊക്കെ, മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴൊക്കെ കർത്താവ് ഈ വചനം തരും. എൻ്റെ അർത്ഥം എന്താണ്? പുള്ളിയും തരും ഈ വചനം. ഞാൻ വചനം മറന്നു പോകും, പക്ഷേ എൻ്റെ മനസ്സിൽ വചനം പൊന്തി വരും. കാരണം ഈ വചനം പല വിഷയങ്ങൾക്കും ഉത്തരമാണ്. നീ ഇന്ന് നിൻ്റെ ജോലി, വീട്, വിവാഹം, നിൻ്റെ ആരോഗ്യം, നീ അനുഭവിക്കുന്ന ഓരോ മേഖലയിലുണ്ടാകുന്ന, എന്നാലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ഓരോ വിഷയങ്ങൾക്കുമുള്ള ഒറ്റ ഉത്തരമാണിത്. ഈ 20:13 എന്താണ്? മത്തായി ശ്ലീഹായുടെ സുവിശേഷം എന്താണ്? ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. ദൈവവേദനേ, ദൈവത്തെ വിശ്വസിക്കുന്നവൻ ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ. എന്താണ്? നിൻ്റെ ദൈവം, വാട്ടെവർ ഹാപ്പൻ ടു യു,
നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും നീ ബേസിക്കായിട്ട് ചിന്തിക്കേണ്ടത് എന്താണ്? എനിക്ക് ഇന്ന കാര്യം സംഭവിച്ചു. ചിലപ്പോൾ ഒരു അബോർഷൻ സംഭവിച്ചു കാണും. ചിലപ്പോൾ നിനക്ക് സങ്കടം വരുവേ. കുഞ്ഞുങ്ങളില്ലാതെ ഇങ്ങനെ പ്രാർത്ഥിച്ച് 5ാമത്തെ കൊല്ലം എനിക്കൊരു കുഞ്ഞുണ്ടായി. അതിന് ഇങ്ങനെ നമ്മൾ അനങ്ങാതെ നടക്കാതെ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ കുഞ്ഞിനെ ഹേമം തട്ടല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാക്കിയായിരിക്കും നമ്മൾ ചരിഞ്ഞും അതുപോലെ നിവർന്നൊക്കെ ഉറങ്ങണത്. ഇങ്ങനെ ഉറങ്ങണമെങ്കിലും ചില സമയത്ത് 4ാം മാസത്തിൽ കുഞ്ഞ് അബോർട്ടായി പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇത്രയും ദൈവനോട് ഇങ്ങനെ ചെയ്തല്ല, ഇവിടെ നമ്മൾ പ്രാർത്ഥന നടത്തും. എന്നാത്തിനും പ്രാർത്ഥിച്ചിട്ടാണ്, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും കുഞ്ഞ് പോയില്ലേ എന്ന് വിചാരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ നിൽക്കുന്ന ദൈവമേ, എന്നെപ്പോലെ കൊന്ത ജലവുമാല ചൊല്ലാണ്, എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുനാൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല എൻ്റെ നാത്തൂൻ. അവൾക്കൊരു പ്രാർത്ഥനയുമില്ല. അവളെ കെട്ടിവലിച്ചാൽ മാത്രമേ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തുള്ളൂ. പക്ഷേ അവൾക്ക് 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വന്നത്, ആ കമ്പാരിസൺ. അപ്പോൾ നമ്മൾ നമ്മുടെ നാത്തൂനും അനിയത്തെ ചേർത്തിയായിട്ട് ഉടനെ കമ്പാരിസൺ ചെയ്യും. അവർ പറയണില്ലേ, ഇപ്പോൾ 20:11 എന്താ പറയണത്? പകലിൻ്റെ അധ്വാനം മുഴുവനും അനുഭവിച്ച കഷ്ടപ്പാടും പുകച്ചിലുമൊക്കെ അനുഭവിച്ച ഞങ്ങളെ നീ കൈ നനയാതെ മീൻ പിടിക്കണ കക്ഷിയുമായിട്ട് താരതമ്യപ്പെടുത്തിയില്ലേ, തുല്യരാക്കിയില്ലേ എന്നാണ് ചോദിക്കണത്. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ദൈവം പറയണത്, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്തിട്ടില്ല. അപ്പോഴേ ഇതാണ് വിശ്വാസം. അതായത് നമ്മൾക്ക് പ്രഥമ ദൃഷ്ടിയ അനീതിയാണെന്ന് തോന്നണം. അപ്പോഴും എൻ്റെ മകൻ മനസ്സിൽ വിചാരിക്കണം, എൻ്റെ ദൈവം എന്നോടൊരു അനീതി ചെയ്യത്തില്ല, ആരോടും ചെയ്യത്തില്ല. ദൈവത്തെ വിശ്വസിക്കാത്തവരോട് പോലും ദൈവം അനീതി ചെയ്തിട്ടില്ല. ഇതാണിപ്പോൾ എനിക്ക് എൻ്റെ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എനിക്ക് വിളമ്പി തന്നത്. ഞാനത് ഹൃദയത്തെ സംഗ്രഹിക്കും. മക്കളെ, വിശ്വാസി ആയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെല്ലുവിളി സ്വീകരിക്കണ പോലെയാണിത്. വിശ്വാസിയായിരിക്കുക. ഇത് മാതാവിൻ്റെ ദിവസങ്ങളും പിറവി ദിനങ്ങളും തിരുക്കുടുംബത്തിൻ്റെ ദിനങ്ങളാണ്. ഒത്തിരി പൊരുത്തക്കേടുള്ള ജീവിത അനുഭവങ്ങൾ എല്ലാ ദിവസവും അവകാശവും ഓഹരിയുമാക്കിയ ഞാൻ ചില സമയത്ത് ഇപ്പോൾ ഔസപിതാവിൻ്റെ വർഷം തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഞാൻ സമയത്ത് ഓർക്കുകയെ, അമ്മ മാതാവിനെയും ഔസപിതാവിനെയും കൂടി വേണമെങ്കിലും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് ഔസപിതാവിനേക്കാൾ എത്രയോ ആശ്വാസവും എത്രയോ സന്ധിപ്പം ലഭിച്ച ആളാണ് അമ്മ. ഔസപിതാവ് ഭയങ്കരമാണ്. കാര്യം അതിനെക്കുറിച്ച് പറയണ ഔസപിതാവിന്, അതായത് അമ്മ ഈശോ വളരണത് കണ്ടതാണ്. അമ്മ ഈശോ അപ്പം വർദ്ധിപ്പിക്കണതും കേട്ടതാണ്. കാനായിൽ വെള്ളം വീഞ്ഞാക്കണത് കണ്ടതാണ്. അമ്മ ഈശോ ഉയർത്തെഴുന്നേറ്റതും കണ്ടതാണ്. കൂടെ ജീവിച്ചതും കണ്ടതാണ്. ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ അമ്മയ്ക്കുണ്ടായിരുന്നു. ഒരു കാഴ്ചയില്ലാഞ്ഞൊരു മനുഷ്യൻ ഔസപിതാവ്, സ്വപ്നം മാത്രം. ഒരു സ്വപ്നം കൊണ്ട് ഒരു രക്ഷകനെ ലോകത്തിന് കൊടുത്തൊരു മനുഷ്യൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് എന്തൊരു ആധ്യാത്മികതയായിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു വിഷയമാണിത്. നിങ്ങൾക്ക് ആധ്യാത്മിക വിജയം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജീവിത പ്രതിസന്ധികളെ ഒരിക്കലും വിശ്വാസമോ പ്രാർത്ഥനയോ ആയിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തുകയോ തുല്യം നോക്കുകയോ ചെയ്യരുത്. മറിച്ച് അത് ദൈവം എനിക്ക് തന്നതാണ്, ഇനി ഇത് ഞാൻ ദൈവത്തെ പ്രതി. എൻ്റെ മക്കൾ, ഇതിൻ്റെ അകത്തൊരു വിഷയം എന്താണെന്നറിയാവോ? ഇപ്പോൾ അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്? എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമുണ്ട് അല്ലേ? എല്ലാ ദുർഘട സന്ധികൾക്കും ഉത്തരമുണ്ട്. എല്ലാ ദുർഘട സന്ധികൾക്കും മുഴിമുട്ടിയൊക്കെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമുണ്ട്. ആ ഉത്തരം എവിടെ ഇരിക്കണത്? ദൈവത്തിലാണ് ഉള്ളത്. ആര് തരും നമുക്ക്? പരിശുദ്ധാത്മാവ് ആണ് വേണ്ടത് നമുക്ക്. നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം, അത് ആദ്യത്തെ കാര്യം എന്താണ്? ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവം നിന്നോട് ഒരു അനീതിയും ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കണം. മൂന്നാമത് എന്താ വിശ്വസിക്കേണ്ടത്?
പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾ ഇപ്പം വേണ്ട വിധം പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ലല്ലോ. ഓരോ വിഷയം ഉണ്ടാകണം, എല്ലാം പുതിയ പുതിയ വിഷയങ്ങളല്ലേ. ഇപ്പോൾ ഓരോ വിഷയങ്ങൾക്കും ഓരോരോ നമ്മൾ ഇപ്പം തണുപ്പ് കാലം, മഞ്ഞ് കാലം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു മാസത്തെ വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരു 10 കൊല്ലമായിട്ട്. ഇപ്പോൾ ജനുവരിയോടുകൂടിയാണ് മഞ്ഞുകാലം കയറി വരണത്. അപ്പോൾ നമ്മൾ കമ്പിളിയൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക്, പക്ഷേ അതേ സമയം കമ്പിളി ഉപയോഗിക്കുന്നത് ആ ടൈമിനാണ്. രാവിലെയുള്ള ഒരു 10 മണി വരെയുള്ള സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ 7 മണിയുള്ള സമയം. അത് കഴിയുമ്പോൾ ചൂടായിപ്പോവും, കമ്പിളിയും ചൂട്. അപ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും. അപ്പോൾ കാലാവസ്ഥ മാറി. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കാലഭേദങ്ങളുണ്ടാകുമ്പോൾ, ജീവിതത്തിലെ കാലഭേദങ്ങളുണ്ടാകുമ്പോൾ ആ കാലഭേദങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. കാലഭേദങ്ങളുടെ ക്രമീകരണങ്ങൾ ഇപ്പം നമുക്ക് എന്താ വേണ്ടത്? അത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് വേണ്ട വിധം ഇപ്പം ഈ 8:26 നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, റോമാലേഖനം, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല എന്ന്. അത് ശരിയാണ്, സത്യമായ കാര്യമാണത്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഓരോ ദിവസവും ഓരോ വിഷയമല്ലേ, കാലഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം കാലഭേദങ്ങൾ അനുസരിച്ച് വെച്ച് പ്രാർത്ഥിക്കണത് എങ്ങനെയാണ്? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും, പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന്. കാര്യം വിഷയം എന്താണ് നമുക്ക് ഇവിടെ ആവശ്യമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാധ്യസ്ഥം വഹിക്കണം. ഈ പരിശുദ്ധാത്മാവ് തന്നെ ഇപ്പം 8:26 വേണ്ട വിധം, റോമാലേഖനം 8:28, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ പല വിഷയങ്ങൾക്കും എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയത്തില്ല. കാര്യം വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്താ ചെയ്യണത്? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാധ്യസ്ഥം വഹിക്കുക, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. ഇവിടെയാണ് ഈ പ്രശ്നം വരണത്. പരിശുദ്ധ അമ്മയ്ക്കും അറിയത്തില്ല എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇപ്പം ഇടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോയി, ആരുമില്ല. ഔസപിതാവ് വെള്ളം എടുക്കാൻ വേണ്ടി കാണാനും ഇല്ല. ഈ സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. ആത്മാവ് എവിടെയാണ് ഉള്ളത്? ഹൃദയത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്ത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാര്യം ഹൃദയമാണ് ദൈവത്തിൻ്റെ ഈ ഇരിപ്പിടമെന്ന് വചനത്തിലില്ല, അങ്ങനെ ഇല്ല. ഇപ്പോഴും ഞാൻ ഇത്രയും നേരം കുറേ താമസിച്ച് ഇങ്ങോട്ട് കയറാൻ. ഞാൻ വചനം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രവർത്തകരോടൊക്കെ സഹപ്രവർത്തകരെ വിളിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ടും കിട്ടണില്ല. കാര്യം അവർ വരെ ഹൃദയശുദ്ധിയുള്ളൊരു ദൈവത്തെ കാണും. അപ്പോൾ മത്തായി ശ്രീകാര സുവിശേഷം 5:8, സങ്കീർത്തനം 24:4 പറയും. പക്ഷെ അപ്പോഴും ഹൃദയമാണ് ദൈവത്തിൻ്റെ ഇരിപ്പിടമെന്ന് അതിൻ്റെ വ്യക്തതയില്ല, ബൈബിളിലില്ല. അപ്പം ഞാനങ്ങനെ ഇല്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം കയറിയത്. ഇപ്പം വെളിപാടായി. ഇപ്പം എന്താ പറയണത്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ? എന്താ മനസ്സിലായത്? അപ്പോഴേ ഈ 8:26 റോമാലേഖനത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ലൂക്ക 2:19 വ്യാഖ്യാനിക്കേണ്ടത്. എന്താണ്? ഇടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോയി, ഒരെത്തിപ്പിടി കിട്ടണില്ല. കാലിത്തൊഴുത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു സമയം, ഔസപിതാവും കൂടെ ഇല്ല, അമ്മയും ഉണ്ട്, ഒരു ചോരക്കുഞ്ഞുമുണ്ട്. ഈ സമയത്ത് എന്ത് പ്രാർത്ഥിക്കാം അറിയില്ല. ഇതുതന്നെയാണ് ഈശോയും ചോദിക്കണത്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണമെന്ന് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഈശോ കാണിച്ച് കൂട്ടുന്ന പല കാര്യങ്ങളും അമ്മയ്ക്കൊരു പിടി കിട്ടണില്ല. ഇത്രയും കഷ്ടപ്പെട്ട് എതിരെ നടന്ന് തിരിച്ച് നടന്ന് ഒരു ദിവസത്തെ യാത്ര മുഴുവൻ തിരിച്ച് നടന്ന് ജെറുസലേമിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കണത് സോറി പറയുകയല്ല ചെയ്യണത്, വീണ്ടും അമ്മയ്ക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ എന്താ എന്നെ അന്വേഷിച്ചതെന്ന് ചോദിക്കുകയാണ്.
അങ്ങനെ ഒരു ദുർഘട സാധ്യത വരുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും? അവിടെയും ബൈബിൾ എഴുതിയിട്ടുണ്ട് 2:51 മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന്. അപ്പം നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ജീവിതാവസ്ഥകളും അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോഴ് പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 8:26 ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ ലൂക്ക 2:19 ലൂക്ക 2:51 പരിശുദ്ധ അമ്മ ചെയ്തത് ഹൃദയം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്കറിയത്തില്ലാത്ത നിമിഷങ്ങൾ വരുമ്പോൾ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി അവാച്യവൻ നെടിയിൽപ്പെട്ടിടേണ്ട സമയമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അമ്മ. അതാണ് ഹൃദയത്തെ സംഗ്രഹിക്കുക. അപ്പോൾ ആ വചനങ്ങളെല്ലാം 8:26 റോമ 8:26 ലൂക്ക 2:19 2:51 കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ വലിയൊരു സോഴ്സാണ്, വലിയൊരു നാവിഗേറ്ററാണ്, വലിയൊരു ഗൈഡ് ലൈൻസാണ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ഇടയന് ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മനസ്സ് കുഴക്കുന്ന വിഷയങ്ങൾ, കേരള സഭ ഇന്നിപ്പോൾ അനുഭവിക്കുന്ന പ്രത്യേക വിഷയമുണ്ട്. എന്നെ സംബന്ധിച്ചത് ഒരു വിഷയം പോലുമല്ല. എന്താ കാര്യം? സഭ അതിൻ്റെ ചൈതന്യത്തിൽ പരിശുദ്ധാത്മാവിനേക്ക് ഈ വിഷയം ഏൽപ്പിച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സത്യത്തെ തെളിയുകയും അതുപോലെ തന്നെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ഇപ്പോൾ എന്തുമാത്രം അതായത് ബോധപൂർവം സഭയെ ആക്രമിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇപ്പം 28 കൊല്ലങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനുള്ളിൽ നമുക്ക് ദൈവവിളി നഷ്ടപ്പെട്ടോ? ഐ ഡോണ്ട് തിങ്ക്. ഇല്ല, നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനെപ്പോഴും ഇങ്ങനെ വിഷയം ഉണ്ടാകുമ്പോഴേ ലോകം ചിന്തിക്കണ പോലെയല്ല ചിന്തിക്കണത്. ഞാൻ ഇതുകൊണ്ട് ദൈവവിളി നഷ്ടപ്പെടും. അതാണ് നമ്മളെ ഒരു സഭയെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം. എന്താണ്? ഇപ്പോൾ ചില പള്ളികൾ വിൽക്കുന്നു എന്നൊക്കെ പറയണില്ലേ? എന്താ പറയണത്? അന്യരാജ്യങ്ങളിലെ ദൈവവിളി നഷ്ടപ്പെട്ടിട്ടാണ്. സഭയെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരെ അവരുദ്ദേശിക്കുന്നത് എന്താണ്? ദൈവവിളി തകർക്കണം. ഇപ്പം ഇന്നലെ ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിൽ, അവർ കന്യാസ്ത്രീയാണെന്ന് പോലും അറിയാൻ പാടില്ല. പല കന്യാസ്ത്രീകളും പറഞ്ഞ് പുസ്തകം എഴുതുന്ന ആൾക്കാരൊന്നും കന്യാസ്ത്രീകളല്ലെന്ന് പിന്നീട് അന്വേഷിക്കുന്നതൊക്കെ മനസ്സിലാകും. അപ്പോൾ അതുപോലെ കന്യാസ്ത്രീ ഒരു ബാനറും പിടിച്ച് നിൽക്കുക. എന്താണ്? നിങ്ങളുടെ മക്കളെ കോൺവെൻറ്റിൽ വിടരുത്, അവരെ പണിക്ക് വിടുക, പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പണിക്ക് വിട്ടാലും പഠിപ്പിച്ചാലും നമുക്ക് കിട്ടണത് എന്താണ്? എന്തിനാണ് മനുഷ്യൻ പഠിക്കണത്? എന്തിനാണ് പണിക്ക് വിടണത്? എന്തിനാണ്? പണം ഉണ്ടാക്കാനാണ്. നിങ്ങളുടെ മക്കളെ പണം ഉണ്ടാക്കാൻ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കന്യാസ്ത്രീ അവരുടെ വേഷത്തിൽ നിൽക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തൊരു കാലമാണ്! നിങ്ങളുടെ മക്കൾ സന്യാസത്തിന് വിടരുത്, പണിക്ക് വിടുക. പിന്നെ എന്താ പറയണത്? പഠിപ്പിക്കാൻ വിടുക. പണിക്ക് വിടുന്നതും പഠിപ്പിക്കാൻ വിടുന്നതും എന്തിനു വേണ്ടിയാണ്? പണമുണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ പെൺമക്കളെ പണമുണ്ടാക്കാൻ വിടുകയെന്ന് ഒരു കന്യാസ്ത്രീ തന്നെ ആ വേഷത്തിൽ വന്ന് പറയുന്ന ഒരു സഭ. അപ്പോൾ സഭയുടെ അകത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളാണിത്. ഈ സഭയുടെ ആക്രമണങ്ങൾ ഉണ്ടാകണ എന്തിനാണ് ലക്ഷ്യം വെക്കണത്? ദൈവവിളിയാണ് ലക്ഷ്യം വെക്കണത്. സാത്താൻ ശരിക്കും ജയിക്കണ ഒരു കാലമാണ്. പക്ഷെ നമ്മൾ തോക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പോഴ് ജീസസ് യൂത്തിൻ്റെ വലിയ വാർഷിക ഇത് ഒരു വിദേശ പൗരൻ തന്നെ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി അവർ വൈദിക വൃത്തി ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന ദിവസമാണിത്. ജീസസ് യൂത്ത് നിങ്ങൾക്കറിയാമല്ലോ, ലോകം മുഴുവൻ പടർന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം തേജോജ്വലമായ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആ വലിയ പ്രേക്ഷിത പ്രസ്ഥാനം ഈ മണ്ണിൽ നിന്നാണ് ജനിച്ചത്. ഈ മണ്ണിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ തോക്കത്തില്ല, ദൈവം നമ്മളെ തോൽപ്പിക്കത്തില്ല. കാര്യം എന്താണ്? ഇങ്ങനെ കുറേ വേഷധാരികളെ സഭയുടെ അകത്തും തന്നെ എന്നുകൊണ്ട് സഭയ്ക്കെതിരെ പണിയെടുക്കുമ്പോൾ തന്നെ അത് ദൈവത്തിനറിയാം. അതായത് 12-ൽ 1 അങ്ങനെ വരേണ്ടതാണ്. യുവദാസ 12 ശിഷ്യന്മാരുണ്ടായിട്ട് ഒരെണ്ണമല്ലേ കർത്താവിന് ഒറ്റിക്കൊടുത്തത്. ഇവരാരും ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 12-ൽ 1 പിഴച്ചു പോയിട്ടും സഭ ഇവിടം വരെ അതിജീവിച്ചു. ഇതാണ് സഭ. 12-ൽ 1 പിഴച്ചു പോയി ഗുരുവിനെ ഒറ്റിക്കൊടുത്തിട്ടും
കെട്ടിത്തൂക്കി ചത്തിട്ടും അതൊന്നും ഞരക്കിട്ട് പുതിയ ആളെ എടുക്കും, അത്രയേ ഉള്ളൂ, വേറെ പ്രസവമൊന്നുമില്ല. ഇവിടെ എന്ത് വേഷം കെട്ടിയാലും ശത്രുക്കളുടെ കളിപ്പാവയായി നിന്നുകൊണ്ട് സഭയെ അകത്തുനിന്ന് ഉപദ്രവിച്ചാലും ശരി, ഈ സഭ അങ്ങനെ അകത്തുനിന്ന് ഉപദ്രവിച്ച തകരണ സഭയല്ല. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ടോർച്ചറിങ്, ഒരു പീഡനം ഉണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. കുരിശുയുദ്ധത്തിൻ്റെ കാലം വന്നപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ ചർച്ചിലെല്ലാം, സിറിയയിലും ബാഗ്ദാദിലും ഉണ്ടായിരുന്ന എല്ലാ ചർച്ചിലും ഉണ്ടായിരുന്ന ആൾക്കാരെയും അഭയാർത്ഥികളായിപ്പോയി. പല പകുതിയോളം ആൾക്കാരെ കൊന്നു, ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഭ ജീവിക്കും. നിങ്ങൾക്കൊരു സ്ഥലത്ത് പീഡനം ഉണ്ടാകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ 2 അമേരിക്കൻ ആ കാലത്തുണ്ടായത് വിശ്വാസത്തിലേക്ക് വന്നത്. അന്ന് കാട് കയറി കിടന്നിരുന്ന അമേരിക്കൻ സ്ഥലം മനുഷ്യൻ ചെല്ലാത്ത സ്ഥലമായിരുന്നു. ഈസ്റ്റേൺ ചർച്ച് തകർക്കപ്പെട്ട കാലം, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്ന് നമ്മൾ പറഞ്ഞ ഹാഗിയ സോഫിയ പിടിച്ചെടുക്കപ്പെടുകയും അത് തകർക്കപ്പെടുകയും ചെയ്യുന്ന അവിടുത്തെ വിശ്വാസ ജീവിതം തകർക്കപ്പെടുകയും ചെയ്ത കാലത്താണ്. അതിനുശേഷമാണ് ഈ 2 അമേരിക്ക ഉണ്ടായത്. തെക്കേ അമേരിക്ക എന്നാണ് ഇപ്പം പോപ്പ് വരെ ഉണ്ടായിരിക്കുന്നത്. അതില്ലാഞ്ഞൊരു സംഭവമാണ്. കാര്യം എന്താ? നിങ്ങൾക്കൊരു സ്ഥലത്ത് പീഡനം ഉണ്ടാകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മൾ അടുത്ത സ്ഥലം നോക്കി വെക്കും. നമ്മൾ അത്രയുള്ള കാര്യങ്ങൾ സഭയ്ക്ക് ഒരു വിഷയത്തിൽ, അതായത് ഇത് കർത്താവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പല ഒറ്റുകൊടുക്കലും അകത്തുനിന്ന് തന്നെയുള്ള, കർത്താവ് പറഞ്ഞില്ലേ ഒരുത്തൻ്റെ ശത്രുക്കൾ അവൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന്. മറ്റുള്ളവരോട് നമുക്കൊന്നും പറയാനില്ലല്ലോ. കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ്റെ ശത്രുക്കൾ അവൻ്റെ കുടുംബത്തിൽ തന്നെയാണ്. കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകും. സാത്താൻ ശക്തമായ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് കുടുംബത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൂടി പാക്ക് ചെയ്യുന്ന, അതിനെ കൂടി പ്രതിരോധിക്കുന്ന രീതിയിലാണ് ദൈവം നമുക്ക് ദിവ്യകുർബാനയും കർത്താവിൻ്റെ സാന്നിധ്യവും തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ, ഇന്ന് ഈ ദിവ്യമായ ധ്യാനത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ പോലെ പരിശുദ്ധമ്മ ചെയ്തത് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. തനിക്ക് മനസ്സിലാവാത്ത വിഷയങ്ങൾ, തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത വിഷയങ്ങൾ നമ്മളെല്ലാം ചെയ്യാൻ അറിയാവുന്ന ആളെ ഏൽപ്പിക്കും. എല്ലാം ചെയ്യാൻ അറിയാവുന്ന ആളാരാണ്? പരിശുദ്ധാത്മാവ്. അതിനാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. കേരള സഭയ്ക്കത് ഹൃദയത്തിൽ സംഗ്രഹത്തിൻ്റെ കാലമാണ്. നമ്മൾ ജയിക്കും, അത് ജീവിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതായത് ജീവിതത്തിൽ മാറി മാറി വരുന്ന കാലാവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പം എങ്ങും സങ്കേതം കിട്ടാത്തൊരു കാലം ഉണ്ടാകും. നമുക്ക് എങ്ങും ഒരു ആശ്രയം കിട്ടാത്തൊരു സമയം ഉണ്ടാകും. വ്യക്തികൾക്കായാലും സഭയ്ക്കായാലും കൂട്ടായ്മയ്ക്കായാലും എങ്ങുന്ന ഒരു ആശ്രയം കിട്ടാത്ത സമയമുണ്ടാകും. എങ്ങും സങ്കേതമില്ലാത്ത സമയമുണ്ടാകും. അപ്പോൾ ചിന്തിക്കേണ്ട വിഷയം, എങ്ങും സങ്കേതമില്ലാത്ത സമയം ഉണ്ടാകുമ്പോൾ മനുഷ്യരിൽ നിന്നാണ് എൻ്റെ അർത്ഥം. മനുഷ്യരിൽ നിന്ന് എങ്ങും സങ്കേതം കിട്ടാത്ത ഒരു സമയം, അതെന്തിൻ്റെ സമയമാണത്? അത് മനുഷ്യരിൽ നിന്ന് സങ്കേതം കിട്ടാത്ത സമയമല്ലത്, ദൈവത്തിൽ മാത്രം സങ്കേതം കാണേണ്ട സമയമാണ്. അതാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ദൈവത്തിൽ മാത്രം സങ്കേതം കാണേണ്ട സമയം. മനുഷ്യരിൽ ഇപ്പം നിൻ്റെ വിവാഹം, നിൻ്റെ ജോലി, നിൻ്റെ രോഗം, നിൻ്റെ സാമ്പത്തിക തകർച്ച, നിൻ്റെ തൊഴിൽ, മനുഷ്യരിൽ നിന്ന് ഒരിക്കലും ഒരു സങ്കേതം നിനക്ക് കിട്ടണില്ലെന്ന് വിചാരിച്ചോ? അത് മനുഷ്യരിൽ നിന്ന് സങ്കേതം കിട്ടണില്ല എന്ന് വെച്ചാൽ ദൈവം നിന്നെ കൈവിട്ടെന്നാണ് നീ ചിന്തിക്കുന്നത്. അങ്ങനെ അത് പരിശുദ്ധാത്മാവിൻ്റെ കുറവാണ്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മനുഷ്യന് സങ്കേതമില്ലെങ്കിൽ നിൻ്റെ ഹോൾ ബോഡി മുഴുവൻ ശക്തിയോട്, നിൻ്റെ മനസ്സ്, നിൻ്റെ ഹൃദയം, നിൻ്റെ സർവ്വശക്തിയോടും കൂടി ദൈവത്തിൽ മാത്രം. ബൈബിളിലെ രസകരമായ ഒരു പക്ഷിയെക്കുറിച്ച് പറയണത് ഞാൻ ഇടയ്ക്ക് പറയും. കാരണം എങ്ങും തങ്ങാത്ത മീവൽ പക്ഷിയെന്ന്. എങ്ങും തങ്ങാത്ത മീവൽ പക്ഷി, എങ്ങും തങ്ങാൻ ഇങ്ങനെ. എന്നിട്ട് സുഭാഷിതം പറയുന്നത് എന്താണെന്നറിയോ? തെന്നി തെന്നി പറക്കുന്ന എങ്ങും തങ്ങാത്ത മീവൽ പക്ഷി. സുഭാഷിതം 26:2 വചനമാണ്. തെന്നി തെന്നി പറക്കുന്ന എങ്ങും തങ്ങാത്ത മീവൽ പക്ഷി. അപ്പം നമുക്ക് ഒരു ആശ്രയം ഒരിടത്തും കിട്ടത്തില്ല. കോടതിയിൽ നിന്നാ, നിയമത്തിൽ നിന്നാ നമുക്ക് ആശ്രയമില്ല. സർക്കാരിൽ നിന്ന് നമുക്ക് ആശ്രയമില്ല. അങ്ങനെ വരാം.
ഇപ്പം സർക്കാരുകൾ നമ്മളെ സന്ധിക്കുന്നുവെന്ന് നമുക്ക് തോന്നുമ്പോൾ അങ്ങനൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നതാണ്. ശരിക്കും അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ സന്ധിപ്പ് അല്ലെന്നൊക്കെ മനസ്സിലാകും. ഇതൊരു കാലമാണ്. ചിലപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് സന്ധിപ്പ് കിട്ടണില്ല. ഒരു പ്രത്യേക കാലഘട്ടങ്ങൾ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വരമായിട്ടുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ കേരളത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി പുതിയ പാക്കേജൊക്കെ വരും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളാണ്. പക്ഷേ സന്ധിപ്പെന്ന് പറയുന്നത്, സഭയുടെ സന്ധിപ്പെന്ന് പറയുന്നത് രാഷ്ട്രീയ സന്ധിപ്പല്ല. സഭയുടെ സന്ധിപ്പെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്ധിപ്പ് തന്നെയാണ്. ദൈവം വിചാരിച്ചാൽ വേറെ ആർക്കും ആരെയും ഒഴിവാക്കാനോ ഒന്നും പറ്റത്തില്ല. സത്യമായിട്ടും പറ്റത്തില്ല. ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മീവൽ പക്ഷിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, അതായത് എങ്ങും തങ്ങാത്ത മീവൽ പക്ഷി, എങ്ങും ആശ്രയിക്കാത്ത മീവൽ പക്ഷി, തെന്നി തെന്നി പറക്കണ മീവൽ പക്ഷി എന്ന് പറഞ്ഞത് സുഭാഷിതം 26:2 വചനം. പക്ഷേ ഇങ്ങനെ ഒരു കാലം നമുക്കും ഉണ്ടാകും. ഓരോരുത്തരും ആശ്രയമില്ല, ഓരോരുത്തരും ഒരു സങ്കേതമില്ലാത്തൊരു കാലം മനുഷ്യനും ഉണ്ടാവും, സമൂഹത്തിനും ഉണ്ടാവും, സമുദായത്തിനും ഉണ്ടാവും ചില സമയത്ത്. പക്ഷേ അത് വിശ്വാസമുള്ള സമുദായമാണെങ്കിൽ ഈ മീവൽ പക്ഷി പിന്നെ എന്താ പറയണത്? സങ്കീർത്തനത്തിൽ നമ്മൾ 84:2 വായിക്കുമ്പോൾ എന്താ പറയണത്? ആ മീവൽ പക്ഷി, ദൈവമായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിൽ ഒരു സങ്കേതം കണ്ടെത്തിയിരിക്കുന്നു. ഇത് മനോഹരമാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഹൃദയത്തെ സംഗ്രഹിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എപ്പോഴാണ് ഹൃദയത്തെ സംഗ്രഹിക്കേണ്ടി വരണത്? എങ്ങും സങ്കേതം കിട്ടാത്ത മാനുഷികമായ എല്ലാ സങ്കേതങ്ങളും സംരക്ഷണം നഷ്ടപ്പെടുന്ന കാലം മനുഷ്യനും സഭയ്ക്കും ഉണ്ടാകും. ആ കാലങ്ങളിലേക്ക് ഈ മീവൽ പക്ഷിയെപ്പോലെ തെന്നി നടക്കും. നമ്മൾ എങ്ങും സങ്കേതം കണ്ടെത്തത്തില്ല. പക്ഷെ മീവൽ പക്ഷി എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ഓരോരുത്തർ മാത്രമാണ് മീവൽ പക്ഷിക്ക് സങ്കേതം ദൈവം അനുഭവിച്ചിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 84:2 പറയണത്, ദൈവമായ കർത്താവേ, മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാർക്കാനൊരിടം അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തിയല്ലോ എന്ന്. അപ്പോൾ സുഭാഷിതം 26:2 നമ്മൾ വായിക്കണത് എന്താ വായിക്കണത്? എങ്ങും തങ്ങാത്തതാണ്, തെന്നി പറക്കുന്നതാണ്, ആശ്രയമില്ലാത്തതാണ്. ആശ്രയമില്ലാത്തതിൻ്റെ ആശ്രയം എന്താണ്? ദൈവത്തിൻ്റെ സങ്കേതത്തിലാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ആശ്രയമില്ലാത്തൊരു കാലം വരും. വ്യക്തി ജീവിതത്തിൽ സത്യമായിട്ടും നിൻ്റെ ജോലി, വീട്, വിവാഹം, എല്ലാ വിഷയങ്ങൾക്കും ആശ്രയമില്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല എൻ്റെ മക്കളെ. അപ്പോൾ ദൈവം കൈവിട്ടെന്നല്ല തോന്നണത്. നമ്മൾ ബലമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഒരു സമയമാണ്. ദൈവത്തിൽ മാത്രമല്ല, വേറെ എങ്ങിൽ നിന്നും ആശ്രയം നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പിറുപിറുപ്പുണ്ടാകണത്. മറ്റുള്ളവരിൽ നമ്മൾ ആശ്രയം ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് പിറുപിറുപ്പുണ്ടാകണത്. പിറുപിറുപ്പെന്ന് പറയണത് മൗനമായ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറുപിറുപ്പില്ല, ആരിലും ആശ്രയിച്ചില്ല. ആശ്രയം നമുക്ക് നിഷേധിച്ചപ്പോഴും അതിന് അവർക്കെതിരെ നമ്മൾ പിറുപിറുത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. ദൈവത്തിലെ ഈ നോൻപിൻ്റെ കാലം നമ്മൾ ക്രിസ്മസോടെ അവസാനിച്ചുവെങ്കിലും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിക്കേണ്ട ഒരു കാലം വരുമ്പോൾ നീയും അമ്മയെപ്പോലെ മൗനമാകണം. നീയും മീവൽ പക്ഷിയെപ്പോലെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൽ മാത്രം സങ്കേതം കണ്ടെത്തണം. അതിനാണ് ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇവിടെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അവാച്യമായ നെടുവീർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് മധ്യസ്ഥം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ സംഗ്രഹിക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ വിഷയം പരിശുദ്ധാത്മാവിന് കൈമാറിയെന്നാണ്. ദൈവപൈതലെ പലപ്പോഴും ഇപ്പം ചോദിക്കുന്നെങ്കിൽ ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്ന് കിട്ടുമെന്ന് നമ്മൾ 11:2 വായിക്കുന്നില്ലേ അല്ലേ? യോഹന്നാൻ 11 ലൂക്ക 11:9
ചോദിക്കുന്നെങ്കിൽ ലഭിക്കുമെന്ന് 11:9 നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കണമെങ്കിൽ പോലും നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രോത്സാഹനവും പ്രേരണയും വേണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കേണ്ടത്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല എന്ന് യോഹന്നാൻ 8:26 പറയുമ്പോൾ അത് ആ 8:26 നമ്മൾ 11:9 കണക്ട് ചെയ്യും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ എന്താ കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ അതറിയാവുന്ന പരിശുദ്ധാത്മാവിനാണെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു തരേണ്ടത്, എന്ത് ചോദിക്കണമെന്ന് പറഞ്ഞു തരേണ്ടത്. പ്രാർത്ഥിക്കാൻ ഒന്നും കിട്ടണില്ലെങ്കിൽ പരിശുദ്ധാത്മാവേ 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 എന്ന് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കണം. ഒന്നും കിട്ടണില്ല. ഇപ്പം ICUവിൽ നിൽക്കുകയാണ് നമ്മൾ. ഭർത്താവ് ICUവിലാണ്, വെൻറ്റിലേറ്ററിലാണ്. നീ അതിൻ്റെ പുറകിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണ്, നിനക്കൊന്നും കിട്ടണില്ല, എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം മകളെ, എന്ത് ചെയ്യണം മകനെ? പരിശുദ്ധാത്മാവേ 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 നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. കാര്യം എന്താണ്? ഇതിൻ്റെ ഉച്ചയും കുറവയും എല്ലാം പരിശുദ്ധാത്മാവിലുണ്ട്. ഒരു പ്രാർത്ഥനയും കിട്ടാത്തപ്പോഴേ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാണത്. ചിലരൊക്കെ ചില സമയത്ത് ഹൃദയം നിലച്ചു പോയിട്ട് കണ്ണ് മിഴിച്ചിട്ട് നമ്മുടെ മക്കളെ ഭർത്താവൊക്കെ നിൽക്കുന്ന സമയത്ത് ഇടിക്കാൻ കണ്ടിട്ടില്ലേ? ആ സമയത്ത് വിളിക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. എന്താണ്? എല്ലാത്തിനും വഴി പോകും വഴി പരിശുദ്ധാത്മ നിറയും. പ്രാർത്ഥിക്കാനുള്ള വാക്ക് പോലും നമുക്ക് തരണം എന്താണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇന്ന് കേരള സഭ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ട ഒരു പേരാണ് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. എന്താണ്? ഇരുട്ടിൻ്റെ കാലം തള്ളി നീക്കപ്പെടും, ആത്മാവ് തന്നെ തള്ളി നീക്കപ്പെടും. നമ്മളിതിനെ അതിജീവിച്ചുകൊണ്ട് വിശുദ്ധിയുടെയും ശക്തിയുടെയും കാര്യം നമ്മൾ ഇന്ന് വരെ ഈ സമൂഹത്തിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ നോക്കിയാൽ മതിയല്ല മക്കളെ. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഏതെങ്കിലും ഒരു സമൂഹത്തെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയാം. എത്രയെല്ലാം സോഷ്യൽ മീഡിയ പുറത്തുണ്ട്. അവരെല്ലാം ആക്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും സമൂഹത്തെ ആക്രമിക്കാൻ വേണ്ടി ആണ് അവർ മീഡിയ തന്നെ നടത്തുന്നത്. നമുക്കൊരു മീഡിയ ഉണ്ട് അങ്ങനെ ആരെങ്കിലും ആക്രമിക്കാൻ. നമ്മൾ മീഡിയ വെച്ച് ആരും ആക്രമിച്ചിട്ടില്ല. അത് നമ്മുടെ മനസ്സാണ്, അത് നമ്മുടെ ദൈവ മനസ്സാണ്. കാര്യം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നമുക്കെതിരെ വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ വിശദീകരിക്കാനാണ് നമുക്ക്, അല്ലത് ആരും ഒഫൻഡ് ചെയ്യാനല്ല, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി. അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അതാണ് കേരള ക്രൈസ്തവ സഭയുടെ മനസ്സ്. ആരെയും ആക്രമിക്കാനല്ല, ആരെയും ഇടിച്ച് താത്താനുമല്ല നമുക്ക് മീഡിയ നമ്മൾ ഉപയോഗിക്കണത്. പക്ഷേ നമ്മൾ ചുറ്റുമുള്ള മീഡിയ നോക്കിയാൽ മനസ്സിലാകും. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു കഞ്ചാവ് അടിച്ചൊരു മനുഷ്യൻ, മീഡിയ കള്ളനാണെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ, അതുപോലെ തന്നെ ഇതുപോലെ പല വിഷയങ്ങളും എഴുതി ചേർക്കപ്പെട്ടതും അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തിയിട്ടുള്ള ഒരു ജഡ്ജിമെൻ്റ് കീഴ്ക്കോടതിയിൽ അത് കണക്കിലെടുത്തുകൊണ്ട് വിധിച്ച് ജയിലിൽ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് മേൽക്കോടതിയിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാവിധ ലൂപ്പ് ഹോളുകളിലൂടെയും സത്യം പുറത്തു വരുമെന്നുള്ള സത്യാവസ്ഥ. ഇപ്പം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴും ആക്രമിക്കണേ എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇപ്പോൾ സിസ്റ്റർ സ്റ്റെഫിയും അതുപോലെ തന്നെ അച്ഛനും ഇപ്പോഴകത്ത് കിടക്കണം. നിങ്ങളുടെ ആങ്ങളെയും പെങ്ങളുമാണ് ഇതുപോലെ ജയിലിനകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ അവരെ അകത്ത് കിടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ നിയമസംഹിത ഉപയോഗിച്ചത് ഒരു വ്യാജം പറയുകയും അതുപോലെ തന്നെ ക്യാരക്ടർ റോളിൽ അതുപോലെ തന്നെ തിരുത്തൽപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മൾക്കതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മതിയാകുമോ? നിങ്ങളുടെ സ്വന്തം അമ്മയാണ്, സ്വന്തം അപ്പനാണ് ജയിലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ തെളിവ് മതിയാകുമോ അവരെ ശിക്ഷിക്കാൻ വേണ്ടി? ചിന്തിച്ചാൽ മതി. ഇതിനെ ഈ വിധിന്യായത്തെയോ അത് വിമർശിക്കുകയല്ല ചെയ്യണത്. അതായത് ഒരു അവസ്ഥയിൽ കേരള സഭ കാഴ്ചവെച്ച ഒരു സംയമനമുണ്ട്. ഇന്ന് വരെ മാധ്യമങ്ങളിലൂടെ ആരും ആക്രമിക്കാത്തൊരു സഭ,
ഇന്ന് വരെ ആക്രമിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കാത്ത സഭ, മറ്റുള്ളവരുടെ ആക്രമണങ്ങൾ കേൾക്കുമ്പോഴും 10 കേൾക്കുമ്പോഴും അതിന് 5 മാത്രം സത്യസന്ധമായിട്ട് സ്നേഹത്തോടെ സമാധാനം പറയുന്ന സഭ, അത് ദൈവികമല്ലാതെ പിന്നെ എന്താണ്? അപ്പോൾ ദൈവികമായ ഒരു സഭ ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ ലോകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ്? ഓരോരോ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിമാർ എവിടെയൊക്കെ പഠിച്ചതിനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം സഭയുടെ സ്ഥാപനങ്ങളാണ്. സഭ ഈ ലോകത്തിൽ ചെയ്തത് എന്താണ്? ലോകത്തെ പഠിപ്പിച്ചു ഉയർത്തി. ഇന്ന് കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ വരുമാനങ്ങളുടെയും പകുതിയോളം ഭാഗം എന്താ? നഴ്സുമാരാണ്. ആരെയാണ് നഴ്സുമാർ ആദ്യം പഠിപ്പിച്ചത്? ആരെയാണ് നഴ്സുമാർ അന്യരാജ്യങ്ങൾ ആദ്യം വിട്ടത്? ആരാണ് കേരളത്തിൽ വഴി കാണിച്ചു കൊടുത്തത്? ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസവും ആരോഗ്യം കൊടുത്തുകൊണ്ട് വികസനത്തിൻ്റെ നിലനിൽപ്പിന് വഴി കാണിച്ചു കൊടുത്ത ഒരു സമൂഹമാണ് ഇന്ന് എല്ലാ വശത്തു നിന്നും അതായത് ക്രൂശിക്കപ്പെടുന്നത്. അപ്പോഴും നമ്മൾ പാലിക്കേണ്ടത് സംയമനമായതുകൊണ്ടും നമ്മളാരെയും ഉപദ്രവിക്കാത്ത കൊണ്ട് തന്നെയാണ്. സത്യമായ ദൈവത്തിലെ നിത്യമായ രക്ഷ അനുഭവിച്ചുകൊണ്ട് നിത്യമായ രക്ഷയെ നോക്കിപ്പാർത്തുകൊണ്ട് പരിശുദ്ധാത്മ നിറവോടുകൂടി ജീവിക്കാനുള്ള ഒരു വിശ്വാസ സമൂഹം ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇനിയും വെളിച്ചമാകും, എല്ലാവർക്കും വഴിയാകും, വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് പരിശുദ്ധ അമ്മ ദിവ്യകുർബാനയുടെ ആരാധന നിമിഷങ്ങളിലാണ് 2004 ഇതുപോലൊരു ചൊവ്വാഴ്ച 2:30 മണിക്ക് പ്രത്യക്ഷയായത്. അമ്മ നിരന്തരം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഹൃദയത്തിൽ നിങ്ങൾ രോഗമുള്ള ഇടത്ത് ഇപ്പോഴേ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഉടമ്പടി ചെയ്തവരും ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ടവരും ആ വിഷയങ്ങളാണ് ഇപ്പോഴേ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. തലവേദനയുള്ളവരായാലും ഹൃദയവേദനയുള്ളവരായാലും ഉദരരോഗമുള്ളവരും കരരോഗികളും കിഡ്നി രോഗികളും സിസ്റ്റ് രോഗികളും മുഴയുള്ളവരും ക്യാൻസറുള്ളവരും കോവിഡ് രോഗികളും എല്ലാം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വേണം നീക്കാൻ. വിശ്വാസപ്രമാണം അറിയാത്തവർ എൻ്റെ യേശുവേ എൻ്റെ രക്ഷക എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ യേശുവേ എൻ്റെ രക്ഷക എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. കർത്താവേ, ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലയ്ക്ക് ഈടുള്ള രോഗികൾ ഇപ്പോഴും സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, ഉറക്കം വരാത്ത രോഗികളുണ്ട് ഈശോയെ, അവരെ ഇപ്പോഴും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തല പൊങ്ങാത്ത രോഗികൾ, കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും മൂക്കിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട് ഈശോയെ. ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ ചെവിയിലും മൂക്കിലുമൊക്കെ പഴുപ്പ് വരുന്നവരും ചില സിസ്റ്റുകൾ വളരുന്നവരുണ്ട് ഈശോയെ, അവരെല്ലാം ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ.
കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഇപ്പോഴ് ശരീരത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ മേലെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ സ്പർശിക്കണ കർത്താവേ, മുതുകിന് വേദനയുള്ളവരെ സ്പർശിക്കണ കർത്താവേ, ശരീരത്തിന് വെള്ളപ്പാണ്ടുകൾ വരുന്നവരെ സ്പർശിക്കണമേ കർത്താവേ, സിസ്റ്റ് രോഗികളെ സ്പർശിക്കും, വെരിക്കോസ് അസുഖമുള്ളവരെ, വിസർപ്പ രോഗികളെയൊക്കെ സ്പർശിക്കണമേ കർത്താവേ, വിശുദ്ധ രക്തം തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശരീരത്തിൽ ഓരോരോ കുരുക്കൾ പൊങ്ങി വരുന്നവരുണ്ട് കർത്താവേ, അവരെല്ലാം സ്പർശിക്കുന്ന കർത്താവേ. അലർജി രോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ വിശുദ്ധമായ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സ്ഥലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അതായത് വിളവില്ലാത്ത സ്ഥലങ്ങൾ, വിളവ് നഷ്ടപ്പെടും. പച്ചക്കറിയായാലും തെങ്ങായാലും നെല്ലായാലും വിളവ് നഷ്ടപ്പെട്ടവർ, നിങ്ങളുടെ പാടശേഖരങ്ങളിലേക്കും പറമ്പിലേക്കും കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതെല്ലാം അഭിവൃദ്ധിയിലേക്ക് വരും മക്കളെ. കർത്താവ് തരുന്ന ദർശനം അനുസരിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന പറഞ്ഞു തരുന്നത്. സ്തുതികട ഹല്ലേലൂയ. മകളെ, ഇപ്പോഴും അച്ഛനെ ഈശോ കാണിച്ച ദർശനം അഗ്നി പോലെ ഇരിക്കുന്ന കനല് പോലെ ഇരിക്കുന്ന ഒരു കൈ, കർത്താവിൻ്റെ സ്പർശനം അനുഭവിക്കുന്ന ഒരു സമയമാണെന്ന്. എൻ്റെ മക്കൾ രോഗമുള്ള ഇടത്തൊക്കെ കൈവച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിങ്ങളെ തൊടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ സാധിക്കും. അസ്ഥി രോഗികളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. അസ്ഥി ഒടിഞ്ഞവർ, ഉറക്കാത്തവർ, അസ്ഥി വിട്ടവർ, അസ്ഥി കൂടാത്തവർ ഒക്കെ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. ആ ഇടങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കണം. തന്നെയല്ല, ആ വ്യക്തികൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതറിയാവുന്നൊരു അമ്മയായാലും സഹോദരങ്ങളായാലും ഏത് അസ്ഥിക്കാണ് കൂടേണ്ടത് ആ സ്ഥലത്ത് നമ്മുടെ ശരീരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. നീ വലിയ വിശ്വാസിയാണെന്ന് കർത്താവിന് നിന്നെ കാണുമ്പോൾ, നിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ, പ്രാർത്ഥനാ രീതികൾ കാണുമ്പോൾ ദൈവത്തിന് മനസ്സിലാകണം. കർത്താവ് രക്തസ്രാവ രോഗികളെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. അവരെല്ലാം ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയേണ്ടതാണ്. പൂട്ടിക്കിടക്കുന്ന വ്യവസായശാലകൾ, വ്യാപാരശാലകൾ, അടഞ്ഞു കിടക്കുന്ന അതായത് അടഞ്ഞുപോയ എഗ്രിമെൻറ്റുകൾ, അതായത് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നവർ, അതെല്ലാം ബ്ലോക്ക്, താഴിട്ട് പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാം ബ്ലോക്കായിരിക്കുന്നവർ, ചിലപ്പോൾ ലോണാകാം, ചിലപ്പോൾ ജോലിയാകാം, എന്തോ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഇനി അത് അന്വേഷിക്കാൻ കാര്യമില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ ലോക്കായിപ്പോയ വിഷയങ്ങളെല്ലാം കർത്താവ് തുറക്കുന്ന സമയമാണിത്. നിനക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോഴും പ്രാർത്ഥിക്കാം. ഈ ലോക്കായിപ്പോയ വിഷയങ്ങൾ, അതായത് ജോലി, വീട്, ചിലപ്പോൾ തസ്തിക മാറിക്കാണും, ചിലപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ, ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി കാണും. ഇങ്ങനെ എല്ലാം ബ്ലോക്കായിപ്പോയ വിഷയങ്ങൾ, ഇങ്ങനെ ജോലി സംബന്ധമായ വിഷയങ്ങൾ, ജീവിതത്തിൽ വരുമാന മാർഗ സംബന്ധമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലം വാങ്ങി കൊടുക്കുകയോ ചെയ്യുന്നതിൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് അതിന് ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതി അന്യാധീനപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെ എന്ത് വിഷയമാണെന്ന് ഇപ്പോൾ നീ ഓർത്ത് പ്രാർത്ഥിക്കുക. കാര്യം ഒരു താഴെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈശോ ഓപ്പൺ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന സമയമാണിത്. ലോക്ക് ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ ലോക്കായിപ്പോയ സംഭവങ്ങൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. നീ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവ് ഇപ്പോഴും ബ്ലോക്കായിപ്പോയ കുറേ സംഭവങ്ങളുണ്ട് ഈശോയെ. കർത്താവ് അതെല്ലാം കർത്താവ് നീ സ്പർശിക്കണേ. കർത്താവ് ചിലപ്പോൾ ഓഫർ ആകാൻ, കർത്താവ് ഓഫർ തന്ന വ്യക്തിയാകാം, കർത്താവ് കിട്ടിയ വ്യക്തിയാകാം, അത് ക്യാൻസലായി പോയ, കാരണം വിസ ക്യാൻസലായ വ്യക്തികളാകാം. കർത്താവ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ക്യാൻസലായി പോയ വ്യക്തികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, ഇനി മരുന്നില്ല, ഇതിന് ഈ രാജ്യത്ത് മരുന്നില്ല കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഡോക്ടർ കൈയൊഴിഞ്ഞ വിഷയമാകാം. കർത്താവ് ഇപ്പോഴേ തേച്ചെടുക്കണം പ്രാർത്ഥിക്കുന്നു. സ്രാവരോഗങ്ങൾ, പഴുപ്പായാലും വെള്ളമായാലും രക്തമായാലും ശരീരത്തിൽ നിന്ന് ഒഴിച്ചു പോകുന്ന
കർത്താവ് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയെ ഞാൻ മക്കളെ ഈശോനാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. സമാപന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയമങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ